ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. ഫെങ്കൽ സൈക്ലോൺ, അങ്ങനെ ഫെങ്കൽ ചുഴലിക്കാറ്റ് തമിഴ്നാടിനെയും പുതുച്ചേരിയും പിടിച്ച് കുലുക്കിയിരിക്കുകയാണെന്ന് പറയാം. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഫെങ്കൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണങ്ങൾ സംഭവിച്ചു. അതോടൊപ്പം നിരവധി പല സ്ഥലങ്ങളിലും വെള്ളം കയറി, വീടുകളിലും ആശുപത്രികളിലുമെല്ലാം വെള്ളം കയറി. അപ്പോൾ തമിഴ്നാടിനെയും പുതുച്ചേരിയെ മാത്രമല്ല, അതിൻ്റെ അലയൊലികൾ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിനെയും ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ, മുന്നറിയിപ്പ്. അതിൻ്റെ എഫക്റ്റ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ തുലാവർഷം വളരെ ശക്തമായിരിക്കുമെന്നും അത് ആ ഒരു കാറ്റിൻ്റെ സാന്നിധ്യം, ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം തുലാവർഷം കേരളത്തിൽ അത് വളരെ ശക്തമാക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ 7 ജില്ലകളിൽ സംസ്ഥാനത്ത് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് മധ്യ കേരളത്തിലെ ആ ഒരു ഭാഗത്ത് ഉൾപ്പെടുന്ന 7 ജില്ലകൾ, അതായത് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ശരിയാണ്, ഇന്ന് രാവിലെ ഇവിടെ കൊച്ചിയിലും നല്ല മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് തോന്നുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ കേരളത്തിലും അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത്. ചുഴലിക്കാറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞിട്ട് കാറ്റിൻ്റെ ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ചെന്നൈയിൽ 4 പേരാണ് മരിച്ചത്. അതിലൊരാൾ ATM നിന്നും പണമെടുക്കാൻ പോയപ്പോൾ ഷോക്ക് അടിച്ച് മരിക്കുകയായിരുന്നു. മറ്റുള്ളവർ മഴയുടെ ആകൃതിയിൽ മരിക്കുകയായിരുന്നു. അങ്ങനെ മൊത്തം 4 മരണമാണ് ചെന്നൈയിൽ. പുതുച്ചേരിയിലൊന്നും ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അവിടെയെല്ലാം വെള്ളക്കെട്ടുകളാണ് പല സ്ഥലങ്ങളിലും. അതോടൊപ്പം ചെന്നൈയിൽ വീടുകളിലും ആശുപത്രികളിലുമെല്ലാം, താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളും ആശുപത്രികളിലും എല്ലാം വെള്ളത്തിലാണ്. വീടുകളിലും ആശുപത്രികളിലും എല്ലാം വെള്ളം കയറി. അതോടൊപ്പം ചെന്നൈ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം വെള്ളത്തിനടിയിലായി, അവിടെയും വെള്ളം കയറി, ഒരു ഭാഗം വെള്ളത്തിനടിയിലായി. അതുകൊണ്ട് തന്നെ വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചിരുന്നു. വീണ്ടും വിമാനത്താവളം ഓപ്പൺ ചെയ്തുവെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ഏകദേശം 20ഓളം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. അതായത് തിരുപ്പതിയിലേക്കും ഹൈദരാബാദിലേക്കുമുള്ള വിമാന സർവീസുകൾ 20ഓളം റദ്ദാക്കിയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം റെയിൽവേ ട്രെയിനുകളും നിർത്തിവെച്ചിരുന്നു. അങ്ങനെ ചെന്നൈയിൽ പ്രത്യേകിച്ച് മെറീന ബീച്ചിലേക്കൊക്കെ സന്ദർശകരെ ഇപ്പോൾ വിലക്കിയിട്ടുണ്ട്. മെറീന ബീച്ച്, അതായത് ബീച്ച് സൈഡിലേക്കൊക്കെ അവിടെ സന്ദർശകരെ വിലക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ പോലീസ് സ്ഥാപിച്ചു. അവിടേക്ക് ഇപ്പോൾ ആരും പോരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം കടൽ പ്രക്ഷുബ്ധമാകുന്നത് കൊണ്ട് തന്നെ 3 അടി വരെ തിരമാലകൾ ഉയരത്തിൽ വരാമെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് 1 മീറ്റർ വരെ 1 മീറ്റർ വരെ തിരമാലകൾ ഉയരത്തിലേക്ക് ഉയരാൻ ചാൻസ് ഉണ്ട് എന്നതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളോട് അവിടേക്കൊന്നും പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം SMS അലർട്ടുകൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പുതുച്ചേരിയിലായിക്കോട്ടെ ഇന്ത്യൻ ആർമി, അതായത് അവിടുത്തെ അവിടുത്തെ കളക്ടറുടെ ആ ഒരു നിർദ്ദേശം പ്രകാരം ഇന്ത്യൻ ആർമി അവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയും NDRFും കൂടെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ്. 100ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചായിട്ടാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ഫെങ്കൽ ചുഴലിക്കാറ്റ് അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതുകൊണ്ട് തന്നെ ശക്തമായ മഴ അവിടെ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഏകദേശം ഡിസംബർ 3-ാം തീയതി വരെ ഈ മഴ തുടരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. നവംബർ അവസാനം ഇത് ശ്രീലങ്കയിൽ ആഞ്ഞടിച്ചപ്പോൾ 6 കുട്ടികളടക്കം 12 പേര് അവിടെ മരിച്ചിരുന്നു. അപ്പോഴിപ്പോൾ ചെന്നൈയിൽ ഇപ്പോൾ 4 മരണം. ചിലപ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാൻ ചാൻസ് ഉണ്ട്. കാരണം പല സ്ഥലങ്ങളിലും വെള്ളത്തിനടിയിലായതുകൊണ്ട് ശരിയായിട്ട് റിപ്പോർട്ടുകളൊന്നും ഇതുവരെ ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഏതായാലും അതിൻ്റെ അലയൊലികളാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയും. അതുകൊണ്ട് തന്നെ കേരളത്തിന് തുലാവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.